Hello, welcome to the second part of the lesson Silk Road. First part we stopped at a point where Seaton was driving, risking his life in order to escape from the falling snow. Moving further, we finally reached the top of the pass at 5,515 meters. It was marked by a large cane of rocks festooned with white silk scarves and ragged prayer flags. We all took a turn around the cane in a clockwise direction as it is the tradition, and Seaton checked the tires on his vehicle. He stopped at the petrol tank and partially unscrewed the top, which emitted a loud hiss. The lower atmospheric pressure was allowing the fuel to expand. It sounded dangerous to me. Maybe, sir, Seaton laughed, but no smoking. So now they have reached the top of the mountain pass, which was 5,515 meters above the sea level. അവിടെ ചെന്നപ്പോൾ ഒരു കെയിൻ ഓഫ് റോക്സ് കണ്ടു. അതായത് ഹ്യൂമൻ ബീയിങ്സാൽ ഉണ്ടാക്കപ്പെട്ട ഒരു പൈൽ ഓഫ് റോക്സ്. അതിനൊരു ഡിവൈൻ ടച്ച് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ സിൽക്ക് സ്കാർവ്സും അതുപോലെ തന്നെ പ്രെയർ ഫ്ലാഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പോകുമ്പം സാധാരണ അതൊരു ദൈവത്തിൻ്റെ പ്രതീകമായി കണ്ടിട്ട് അതിനെ പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു കസ്റ്റം ഉണ്ടായിരുന്നു. ക്ലോക്ക് വൈസ് പ്രദക്ഷിണം വെച്ചിട്ട് നമ്മളുടെ റൈറ്റർ നിക്ക് മിഡിൽട്ടനും അത് തന്നെ ചെയ്തു. ആൻഡ് വൈൽ ഹി വാസ് ഡൂയിങ് ദാറ്റ്, മിഡിൽട്ടൺ അത് ചെയ്തുകൊണ്ടിരുന്നു. പോൾ സീറ്റൻ എന്ത് ചെയ്തു, വണ്ടിയുടെ ടയേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ആളാ ഫുൾ വണ്ടി ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് ടയേഴ്സൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് ഇങ്ങനെ വട്ടം കറങ്ങി പെട്രോൾ ടാങ്കിൻ്റെ അടുത്ത് വന്നപ്പോൾ ആൾ നിന്ന് കഴിഞ്ഞപ്പോൾ പതുക്കെ പെട്രോൾ ടാങ്കിൻ്റെ ടോപ്പ്, അതായത് കവർ ഒന്ന് തുറന്നപ്പോൾ വലിയൊരു ഹിസ് സൗണ്ട് പുറത്തോട്ട് വന്നു. കാരണം നമ്മുടെ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറയും തോറും നമ്മളുടെ പെട്രോൾ എക്സ്പാൻഡ് ആവാൻ തുടങ്ങും. സോ ഇറ്റ് ഈസ് ഡേഞ്ചറസ് ആക്ച്വലി. അപ്പം അത് കേട്ടപ്പോൾ, ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ നിക്ക് മിഡിൽട്ടൺ ഒന്ന് പതറി. പക്ഷേ സീറ്റൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ട, വല്ലാണ്ട് അത് എക്സ്പാൻഡ് ഒന്നും ആയിട്ടില്ല, കാരണം സ്മോക്കൊന്നും ഇല്ല. My headache soon cleared as we careered down the other side of the pass. It was 2 o'clock by the time we stopped for lunch. We ate hot noodles inside a long canvas tent, part of a work camp erected beside a dry salt lake. The plateau is pockmarked with salt flats and brackish lakes, vestiges of the Tethys Ocean, which bordered Tibet before the great continental collision that lifted it skyward. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മൗണ്ടൻ പാസിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ആസ് ദേ വർ ഗോയിങ് ടു ദ അതർ സൈഡ് ഓഫ് ദി പാസ്, നമ്മളുടെ റൈറ്റിൻ്റെ ഹെഡേക്കൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയായിരുന്നു. അവർ ലഞ്ചിന് വേണ്ടി നിന്നു. ലഞ്ചിന് അവർ നൂഡിൽസാണ് കഴിച്ചത്. അതൊരു ക്യാൻവസ് ടെൻറ്റിൻ്റെ ഉള്ളിലിരുന്നാണ് കഴിച്ചത്. ആ ക്യാൻവസ് ടെൻറ്റ് ആരുടെ ആയിരുന്നു? അവിടെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. ആ ലേക്കിൽ നിന്നും സോൾട്ട് ഉണ്ടാക്കുന്ന തൊഴിലാളികളുടെ ക്യാൻവസ് ടെൻറ്റിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ലഞ്ച് കഴിച്ചത്. പിന്നെ അവിടെ ഡിസ്ക്രിപ്ഷൻ തരികയാണ് ആ ഒരു സോൾട്ട് ലേക്കിൻ്റെ. പ്ലേറ്റു എന്ന് പറഞ്ഞാൽ ദ ഏരിയ വിച്ച് ഈസ് റേസ്ഡ് ഫ്രം ദി സറൗണ്ടിങ് പ്ലേസ്. അപ്പോൾ അവിടെ ഒരു പ്ലേറ്റുവിൽ നിറച്ച് നമ്മളുടെ പോക്ക് മാർക്സ് ഉണ്ടായിരുന്നു, പാടുകളുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊരു കാലത്ത് അവിടെ നമ്മുടെ തെത്തീസ് ഓഷ്യൻ എന്ന് പറയുന്നൊരു ഓഷ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ എർത്ത് ക്വേക്കും അതുപോലത്തെ അറ്റ്മോസ്ഫറിക് ചേഞ്ചസൊക്കെ വന്നപ്പോഴത്തേനും ഈ ഓഷ്യൻ കുറച്ച് മുകളിലോട്ട്, അതായത് നമ്മളുടെ ഭൂമി ഒന്ന് എർത്ത് ക്വേക്കൊക്കെ വരുമ്പം ഒന്ന് അറ്റ്മോസ്ഫറിൽ പ്രഷർ വരുമ്പം ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങും എന്നാണ് പറയുന്നത്. അങ്ങനെ ആയപ്പോൾ ആ ഒരു തെത്തീസ് ഓഷ്യൻ എന്ന് പറയുന്ന സംഭവം അവിടെ നിന്നും കുറച്ച് ദൂരോട്ട് മാറി, അതായത് മുകളിലോട്ട് മാറി. അവിടെ നിന്നും അപ്രത്യക്ഷമായി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷെ അതിൻ്റെ പാടുകൾ ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാർക്കിനെ പറ്റിയാണ് ഇവിടെ നമ്മളുടെ റൈറ്റർ നമ്മളോട് പറയുന്നത്. ഓക്കെ, വെസ്റ്റീജിയസ് മീൻസ് മാർക്സ് ഓഫ് സംതിങ് ദാറ്റ് ഹാസ് ഡിസപ്പിയർഡ്. ഓക്കെ, നൗ
സോ അവിടെ ആ ഒരു ലേക്കിൽ ഉപ്പ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ ഉപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരുടെ ക്യാൻവാസിലിരുന്നിട്ടാണ് നമ്മളുടെ നിക്ക് മിഡിൽട്ടൺ അദ്ദേഹത്തിൻ്റെ ലഞ്ച് കഴിച്ചത്. Then this was a hive of activity, men with pickaxes and shovels trudging back and forth in their long sheepskin coats and salt encrusted boots. So അവിടെ തൊഴിലാളികൾ സോൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഷോവൽസ് ഉണ്ട്, പിക്കാക്സസ് ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവരുടെ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഷൂസിൽ നിറച്ച് ഉപ്പ് ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ദേ വർ വർക്കിംഗ്. ഓൾ വോർ ലോങ് ഷീപ്സ്കിൻ കോട്ട്സ് ആൻഡ് സോൾട്ട് എൻക്രസ്റ്റഡ് ബൂട്ട്. അപ്പോൾ തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ കട്ടിയുള്ള ഉടുപ്പും നല്ല കട്ടിയുള്ള ഷൂസുമൊക്കെ ബൂട്ട്സുമൊക്കെ ഇട്ടിരുന്നു. Then all wore sunglasses against the glare as a steady stream of blue trucks emerged from the blindingly white lake laden with piles of salt. അപ്പോൾ ഒന്നാമത് മൗണ്ടനസ് ഏരിയ, രണ്ടാമത് സ്നോഫോൾ, ഐസ്, ചുറ്റും ഐസ്. അതിൻ്റെ ഇടയ്ക്ക് അവരെന്താ ഉണ്ടാക്കുന്നത് ആ ലേക്കിൽ? സോൾട്ട്. എവ്രിതിങ് ഈസ് വൈറ്റ്. അപ്പോൾ ആ വൈറ്റ് ഒരു എന്താ പറയണേ സർഫേസിൽ നിന്നും നമ്മളുടെ മുഖത്തോട്ട് സൂര്യപ്രകാശം അടിക്കുന്നത് വളരെ തീവ്രമായിട്ടായിരിക്കും, ഷാർപ്പായിട്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും തന്നെ കണ്ണടകൾ വെച്ചിട്ടുണ്ടായിരുന്നു, സൺഗ്ലാസസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ റൈറ്റർ നോട്ടീസ് ചെയ്യുന്നത് ട്രക്സ് എമേർജ് ആവുന്നത്. ആ ലേക്കിൻ്റെ ഭാഗത്തിൽ നിന്നും ട്രക്സ് ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട്. എന്താണ് അതിനകത്തുള്ളത്? ഫുൾ ലോഡഡ് വിത്ത് പൈൽസ് ഓഫ് സോൾട്ട്. By late afternoon, we had reached the small town of Hor, back on the main east-west highway that followed the old trade route from Lhasa to Kashmir. So, late afternoon എന്ന് പറയുമ്പോഴത്തേനും ഒരു വൈകുന്നേരത്തിന് തൊട്ട് മുമ്പായിട്ട് അവരൊരു സ്മോൾ ടൗണിലെത്തി. ആ ടൗണിൻ്റെ പേരാണ് ഹോർ. ഓക്കെ, ആൻഡ് അത് എവിടെയാണ്? ഈസ്റ്റ് വെസ്റ്റ് ഹൈവേ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ സെയിം ഓൾഡ് ട്രേഡ് റൂട്ട്. ഈ ഓൾഡ് ട്രേഡ് റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സിൽക്ക് റോഡിനെയാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് വാസ് ഫ്രം ലാസ ടു കശ്മീർ. ആ സിൽക്ക് റോഡ് തൽക്കാലം ലാസയിൽ നിന്നും കശ്മീരിലോട്ട് പോകുന്ന സിൽക്ക് റൂട്ടിലാണ് അവരെത്തിയിരിക്കുന്നത്. Daniel, who was returning to Lhasa, found a ride in a truck so Seaton and I bade him farewell outside a tire repair shop. So ഇവിടം വരെ നമ്മളുടെ ഡാനിയൽ യാത്ര ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അദ്ദേഹം തിരിച്ച് ലാസയിലോട്ട് പോയി. എങ്ങനെ പോയി? അവിടെ നിന്നും റിട്ടേൺ പോകുന്ന ഒരു വണ്ടിയിൽ, ഒരു ട്രക്കിൽ കയറി അദ്ദേഹം പോയി. അപ്പോൾ സീറ്റനും നമ്മളുടെ റൈറ്ററും കൂടി ഫെയർവെൽ കൊടുത്തു, ബൈ കൊടുത്തു. ഒരു ടയർ ഷോപ്പിൻ്റെ മുമ്പിൽ വെച്ചാണ് ആ ലോറി അല്ലെങ്കിൽ ആ ട്രക്ക് വന്നതും ഡാനിയൽ കയറിപ്പോയത്. വി ഹാഡ് സഫേർഡ് 2 punctures in quick successions on the drive down from the salt lake, and Seaton was eager to have them fixed since they left with no spares. Besides, the second tire had been replaced by one that was as smooth as my bald head. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോൾട്ട് ലേക്കിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ടയർ പങ്ക്ചറായി. ഒരു പ്രാവശ്യം ടയർ പങ്ക്ചറായപ്പം രണ്ടാമത്തെ നമ്മുടെ സ്പെയർ എടുത്ത് ഫിക്സ് ചെയ്തു. അതും പങ്ക്ചറായപ്പം 3ാമത്തെ സ്പെയർ എടുത്ത് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇനി പങ്ക്ചറായാൽ അവരുടെ കയ്യിൽ സ്പെയർ ഇല്ലാത്തതുകൊണ്ട് ആ 2 പങ്ക്ചേർഡ് ടയേഴ്സും എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു സീറ്റിനുണ്ടായിരുന്നത്. അതിനകത്തുനിന്ന് പിന്നെ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് മാറ്റിയേക്കുന്നത് ഇപ്പം ആ ട്രക്കിൽ കിടക്കുന്ന ആ ഒരു ടയർ എങ്ങനെയായിരുന്നു? നിക്ക് മിഡിൽട്ടൻ്റെ തല പോലെ. ഹി വാസ് എ ബാൾഡ് പേഴ്സൺ, അതായത് തലയിൽ മുടിയില്ലാതെ മിനുസമായിട്ടിരിക്കുന്ന ഒരു ടയറായിരുന്നു ഇപ്പോൾ ഇട്ടിരുന്നത്. മിനുസമായിട്ടുള്ള ടയർ നമ്മൾ മൗണ്ടൻ ഏരിയയിൽ ഓടിക്കാൻ പാടില്ല, തെന്നാനുള്ള സാധ്യതകൾ കൂടും. അപ്പം എല്ലാം കൊണ്ടും ടയേഴ്സ് മാറ്റി വണ്ടി ഒരു കണ്ടീഷനിലാക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ആ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ. ഓക്കെ, നൗ ഹോറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഇപ്പോൾ ഇവിടെ തരുന്നത്.
Hole was a grim, miserable place. There was no vegetation whatsoever, just dust and rocks, liberally scattered with years of accumulated refuse, which was unfortunate given that the town sat on the shore of ലേക്ക് മാൻസറോവർ. അപ്പോൾ ഹോളിന് ഡിസ്ക്രിപ്ഷൻ തരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റൈറ്റർ പറയുന്നത് അവിടെ പച്ചപ്പ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല, ഡസ്റ്റ് ആൻഡ് റോക്കായിരുന്നു കൂടുതലും കാണാൻ കിട്ടിയത്. പിന്നെ കാണാൻ കിട്ടിയത് എന്താണ്? അക്യുമുലേറ്റഡ് റിഫ്യൂസ്, കാലങ്ങളായിട്ട് അക്യുമുലേറ്റ് ആയി കിടക്കുന്ന വേസ്റ്റ്. ആൻഡ് ദാറ്റ് വാസ് അൺഫോർച്ചുനേറ്റ്. വൈ? ബിക്കോസ് ലേക്ക് മാൻസരോവർ, അതായത് പുണ്യ നദി എന്ന് വിളിക്കുന്ന ലേക്ക് മാൻസരോവറിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇത്രയും ഗാർബേജ് കാണാൻ സാധിച്ചത്. അതൊരു അൺഫോർച്ചുനേറ്റ് സംഭവമായിട്ട് റൈറ്ററിന് തോന്നി. ടിബറ്റ്സ് മോസ്റ്റ് വെനറേറ്റഡ് സ്ട്രെച്ച് ഓഫ് വാട്ടർ. Ancient Hindu and Buddhist cosmology pinpoints Mansarovar as the source of four great Indian rivers, the Indus, the Ganges, the Satluj and the Brahmaputra. Actually, only the Satluj flows from the lake, but the headwaters of the others all rise nearby on the flanks of Mount Kailash. We were within striking distance of the great mountain and I was eager to forge ahead. So ഇവിടെ പറയുന്നതാണ് മാൻസറോവറിൽ നിന്നും നമ്മളുടെ ഏൻഷ്യൻ ഹിന്ദു ആൻഡ് ബുദ്ധിസ്റ്റ് കോസ്മോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി യൂണിവേഴ്സിൽ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ മാൻസറോവറിൽ നിന്നുമാണ് 4 ഗ്രേറ്റ് റിവേഴ്സായ ഇൻഡസ്, ഗാംഗസ്, സത്ലുജ് ആൻഡ് ബ്രഹ്മപുത്ര ഒഴുകുന്നത് എന്ന്. പക്ഷേ റൈറ്റർ സ്പെസിഫൈ ചെയ്യുകയാണ് സത്ലജ് മാത്രമാണ് ആക്ച്വലി ആ മാൻസരോവറിൽ നിന്നും പുറപ്പെടുന്നത്. ബാക്കി എല്ലാ നദികളുടെയും ഹെഡ് വാട്ടർ, മെയിൻ വാട്ടർ, ദ സോഴ്സ് ഓഫ് വാട്ടർ ഈസ് ഫ്രം ദി ഫ്ലാങ്സ്, ദ സൈഡ്സ് ഓഫ് മൗണ്ട് കൈലാഷ്. ആൻഡ് റൈറ്റർ പറയുന്നു I was quite close to Mount Kailash and I was eager to reach there. I was eager to forge ahead. But I had to wait. Seaton told me to go and drink some tea in Ho's only cafe, which, like all the other buildings in town, was constructed from badly painted concrete and had 3 broken windows. The good view of the lake through one of them helped to compensate for the drought. So ടയേഴ്സ് ഇപ്പോഴും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം സീറ്റൻ പറഞ്ഞു പോവാറായിട്ടില്ല സാർ, ഒരു കാര്യം ചെയ്യൂ, ആ ഒരു കഫേയിൽ പോയിട്ട് ഇരുന്ന് ഒരു കോഫിയോ ചായയോ എന്താണെന്ന് വെച്ചാൽ കുടിച്ചോളൂ, കാരണം ഇത് കുറച്ച് സമയമെടുക്കും ശരിയാവാൻ. അദ്ദേഹം അവിടെ ആ കഫേയിൽ പോയപ്പോൾ ആ കഫേ ഒരു പഴയ കോൺക്രീറ്റ് കെട്ടിടം പോലെയായിരുന്നു, വിച്ച് വാസ് ബാഡ്ലി പെയിൻറ്റഡ്. അതിനകത്തുള്ള 3 വിൻഡോസ് വളരെ മോശം അവസ്ഥയിലായിരുന്നു, പൊട്ടിയിരിക്കുകയായിരുന്നു. പക്ഷേ അതിൽ നിന്നും ഒരു വിൻഡോയിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റിയ ഒരു കാഴ്ച, പ്രകൃതി ഭംഗി, ആ ഒരു ഉണങ്ങിയ പ്രദേശം എന്ന് തോന്നിക്കുന്ന ആ ഒരു സ്ഥലത്തിനെ നോക്കിയിരിക്കാൻ എന്നെ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്നെ കുറച്ച് സഹായിച്ചു. ഒരു വിൻഡോയിൽ നിന്നും കണ്ടുകൊണ്ടിരുന്ന കാഴ്ച അവിടുത്തെ ബാക്കി അഭംഗികളെല്ലാം മറക്കാൻ എന്നെ സഹായിച്ചു എന്നുള്ള അർത്ഥമാണ്. കോമ്പൻസേറ്റ് ഫോർ ദി ഡ്രോട്ട് എന്ന് വെച്ചാൽ ഉണങ്ങിയ ഒരു, അതായത് ഒരു പച്ചപ്പും ഒരു ഫ്രഷ്നെസ്സും ഒരു ബ്യൂട്ടിയും ഇല്ലാത്തൊരു അവസ്ഥേനെയാണ് നമ്മൾ ഡ്രോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു വിൻഡോയിലൂടെ കാണുന്ന കാഴ്ച എനിക്ക് കുറച്ച് മനോഹരമായി തോന്നിയുകൊണ്ട് ആ പ്രദേശം അങ്ങനെ ഡ്രൗട്ട് ഉള്ള പ്രദേശമായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, I was served by a Chinese youth in military uniform who spread the grease around on my table with a filthy rag before bringing me a glass and a thermos of tea. അപ്പോൾ അവിടെ ചൈനീസ് യൂത്ത് ആയിരുന്നു സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. ഹി വാസ് വെയറിങ് എ മിലിറ്ററി യൂണിഫോം. അദ്ദേഹം ചായ കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് എന്തോ ഒരു തുണി കൊണ്ടുവന്നിട്ട്, ഇത്തിരി എണ്ണമഴക്കുള്ള ഒരു തുണി കൊണ്ടുവന്നിട്ട് ആ ടേബിൾ തുടച്ചിട്ടാണ് തേർമസിൽ ടീയും പിന്നെ ഗ്ലാസും ആ ടേബിളിൻ്റെ മുകളിൽ വെച്ചത്.
Half an hour later, Seaton relieved me from my solitary confinement and we drove past a lot more rocky and rubbish westwards out of town towards Mount Kailash. ഒരു അരമണിക്കൂർ അദ്ദേഹം അവിടെ ഇരുന്നു. സീറ്റൻ അത് കഴിഞ്ഞ് വന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ആ ഒറ്റപ്പെട്ട് ഇരുന്നിരുന്ന ആ ഒരു സ്ഥലത്തിൽ നിന്നും മോചനം കിട്ടിയെന്നാണ് റൈറ്റർ പറയാൻ ഉദ്ദേശിക്കുന്നത് ബൈ സേയിങ് മൈ സോളിറ്ററി കൺഫൈൻമെൻറ്റ്. സോളിറ്ററി കൺഫൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഒറ്റയ്ക്കിരുന്നിരുന്ന ആ ഒരു സ്ഥലം. ആൻഡ് ദെൻ ദി ഡ്രോവ് പാസ്റ്റ്. വീണ്ടും അവർ യാത്ര തുടങ്ങിയപ്പോഴും അവർക്ക് കുറേ റോക്സും പിന്നെ ആവശ്യമില്ലാത്ത വേസ്റ്റും ഒക്കെയാണ് കാണാൻ സാധിച്ചത്. ആൻഡ് ദേ വേ മൂവിങ് ടുവേർഡ്സ് മൗണ്ട് കൈലാഷ്. മൈ എക്സ്പീരിയൻസ് ഇൻ ഹോർ came as a stark contrast to accounts I had read of earlier travelers' first encounters with Lake Mansarovar. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഹോറിനെ പറ്റി ഞാൻ വായിച്ചിട്ടുള്ളതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു ഹോറാണ് എനിക്ക് കാണാൻ പറ്റിയത്. കോൺട്രാസ്റ്റ്, ബിക്കോസ് ദ പീപ്പിൾ ഹു ഹാഡ് റിട്ടൺ അബൌട്ട് ഹോർ വാസ് about the beautiful thing and what I came and saw was not that beautiful. ഞാൻ കണ്ട സ്ഥലം അവർ നേരത്തെ എലാബറേറ്റ് ചെയ്തിട്ടുള്ള പോലെ അല്ല. നേരത്തെ മാൻസരോവറിൽ വന്ന് അത് കണ്ട് എഴുതിയിരിക്കുന്ന ആൾക്കാരുടെ ഒരു സങ്കല്പമല്ല ഞാനിപ്പോൾ നേരിട്ട് വന്ന് കണ്ട ഹോർ. Ikai Kwangwechi, a Japanese monk who had arrived there in 1900, was so moved by the sanctity of the lake that he burst into tears. A couple of years later, the hallowed waters had a similar effect on Sven Hedin, a Swede who wasn't prone to sentimental outbursts. Now, ഇവിടെ റെഫർ ചെയ്യുകയാണ് നമ്മുടെ റൈറ്റർ. ആദ്യമായിട്ട് ഈ ഒരു മാൻസരോവർ ലേക്കിൻ്റെ അടുത്തുള്ള പ്രദേശത്തെ പറ്റി എഴുതിയത് എക്കായ് ക്വാങ്വുച്ചി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് മോങ്കായിരുന്നു. അദ്ദേഹം 1900 അവിടെ വന്നപ്പോൾ അവിടുത്തെ ആ ഒരു ഭംഗിയും അവിടുത്തെ ഒരു സാങ്ക്ടിറ്റി അല്ലെങ്കിൽ ഒരു ദൈവിക പ്രസൻസ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കണ്ണുനീര് വന്നു എന്നാണ് പറയുന്നത്, സന്തോഷം കൊണ്ട്. അതേപോലെ തന്നെ ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് അവിടെ വന്ന ഒരു സ്വീഡിഷ് യാത്രക്കാരൻ സ്വെൻ ഹെഡിൻ എന്ന് പറഞ്ഞ ആളും ഹു വാസ് നോട്ട് ദാറ്റ് മച്ച് സെൻറ്റിമെൻ്റൽ അബൌട്ട് തിങ്സ്, അദ്ദേഹം പോലും അവിടുത്തെ ആ ഒരു ഭംഗിയും അവിടുത്തെ ആ ഒരു ദൈവികതയും കണ്ടിട്ട് കരഞ്ഞു പോയി എന്നാണ് നമ്മുടെ നിക്ക് മിഡിൽട്ടൺ വായിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം ഇവിടെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടിയില്ല. സോ ദാറ്റ് വാസ് എ കോൺട്രാസ്റ്റ് ഹീ ഈസ് ടോക്കിംഗ് അബൌട്ട്. ഓക്കെ, now it was dark by the time we finally left again, and after 10:30 p.m. we drew up outside a guest house in Darchen for what turned out to be another troubled night. Kicking around in the open air rubbish dump that passed for the town of Hor had set off my cold once more, though if truth be told it had never quite disappeared with my herbal tea. അപ്പോൾ അദ്ദേഹം പറയുന്നത് രാത്രി ഒരു 10:30 ആയപ്പോഴത്തേനും ഒരു ഗസ്റ്റ് ഹൗസ് ഡാർച്ചനിലെത്തിയിട്ട് ഒരു ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ നിന്നു. ആ ഒരു രാത്രിയും വളരെ ട്രബിൾഡ് രാത്രിയായിരുന്നു. പിന്നെ ആൾ പറയുന്നത് ഹോറിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഒരു ഹെർബൽ ടീ കുടിച്ചിരുന്നെങ്കിലും ആ ടീ എൻ്റെ തണുപ്പിനെ ശമിപ്പിക്കാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ വാസ് സ്റ്റിൽ ഫീലിംഗ് ദ സെയിം കോൾഡ്, ഓക്കെ, സെയിം കൂൾനെസ് ഇൻ മൈ ബോഡി ആൻഡ് ദാറ്റ് ഹെർബൽ ടീ ഹാഡ് നോട്ട് ഹെൽപ്പ് മീ. ആ ഹെർബൽ ടീ എന്നെ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വൺ ഓഫ് മൈ നോസ്ട്രൽസ് വാസ് ബ്ലോക്ക്ഡ് അഗെയിൻ ആൻഡ് ഐ ലേ ഡൗൺ ടു സ്ലീപ്പ്. As I lay down to sleep, I wasn't convinced that the other would provide me with sufficient oxygen. So അന്ന് രാത്രി ആ ഒരു ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മൂക്ക് ബ്ലോക്കായിരുന്നു. കിടക്കുമ്പോഴാണ് ഈ ബ്ലോക്കേജ് കൂടുതലായിട്ട് തോന്നിയത്. മറ്റേ മൂക്കിൽ നിന്നും കിടന്ന് കംഫർട്ടബിളി ഉറങ്ങാൻ ആവശ്യമുള്ള സഫീഷ്യൻറ്റ് ഓക്സിജൻ കിട്ടുമെന്ന് ഒരു തോന്നലും നമ്മളുടെ റൈറ്ററിന് ഉണ്ടായിരുന്നില്ല. ഹി ന്യൂ ദാറ്റ് ഹി വോണ്ട് ഗെറ്റ് ഓക്സിജൻ ഇനഫ്. സോ വാട്ട് ഡിഡ് ഹി ഡു? മൈ വാച്ച് ടോൾഡ് മീ ഐ വാസ് അറ്റ് 4,760 meters. ഓക്കെ, അത്രയും ഉയരത്തിലായിരുന്നു ഞാനെന്ന് എൻ്റെ വാച്ചിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഇറ്റ് വാസൻറ്റ് മച്ച് ഹയർ ദാൻ രേവു. രേവുവിൽ നിന്നും അധികം ഉയരത്തിലൊന്നും അല്ലായിരുന്നു. രേവു ആയിരുന്നു ഇതിലും ഉയരത്തിൽ. ആൻഡ് there I had been gasping for oxygen several times every night.
അവിടെയും ഞാൻ എല്ലാ ദിവസവും രാത്രി രേവു വിച്ച് വാസ് ഹയർ ദാൻ ദിസ് പ്ലേസ്, അവിടെയും ഞാൻ രാത്രിയിൽ പല രാത്രികളിലും ഓക്സിജൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു. ഐ ഹാഡ് ഗ്രോൺ അക്കസ്റ്റംഡ് ടു ദീസ് നൊക്ടേണൽ ഡിസ്റ്റർബൻസസ് ബൈ നൗ ബട്ട് ദേ സ്റ്റിൽ സ്കെയർഡ് മീ. അപ്പം ഈ യാത്ര തുടങ്ങിയിട്ട് കുറേ നാളായതുകൊണ്ട് പല സ്ഥലങ്ങളും പല തണുപ്പുള്ള പ്രദേശങ്ങളിലും അവിടെ നിന്നുകൊണ്ട് കിടക്കുമ്പോഴൊക്കെ ഈ ഒരു നൊക്ടേണൽ, ഈ രാത്രി കാലത്തിലെ ഈ ഒരു ഡിസ്റ്റർബൻസ് അദ്ദേഹത്തിന് ഒരു ഹാബിറ്റായി മാറിയിരുന്നെങ്കിൽ പോലും അത് വരുമ്പോൾ അദ്ദേഹത്തിന് പേടിയായിരുന്നു. Tired and hungry, I started breathing through my mouth. After a while, I switched to single nostril power, which seemed to be admitting enough oxygen. But just as I was drifting off, I woke up abruptly. സോ അദ്ദേഹം ടയേർഡായിരുന്നു, ഹംഗ്രി ആയിരുന്നു, എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ വായിലൂടെ ശ്വാസം വലിച്ച് വിട്ടുകൊണ്ട് കുറച്ച് നേരം കിടക്കാം എന്ന് വിചാരിച്ച് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂക്കിൽ നിന്നും കുറച്ച് ഓക്സിജൻ കിട്ടുന്ന പോലെ തോന്നി. അങ്ങനെ ആ ഒരു കംഫർട്ടിൽ ഉറങ്ങാനിങ്ങനെ തുടങ്ങുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് അദ്ദേഹം എഴുന്നേറ്റിരുന്നു. സംതിങ് വാസ് റോങ്. മൈ ചെസ്റ്റ് ഫെൽറ്റ് സ്ട്രേഞ്ച്ലി ഹെവി and I sat up, a movement that cleared my nasal passages almost instantly and relieved the feeling in my chest. Curious, I thought. So പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നിയതും അദ്ദേഹം എഴുന്നേറ്റങ്ങിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൽ എന്തോ ഒരു ഹെവിനെസ് തോന്നി. അത് കാരണം അദ്ദേഹം എഴുന്നേറ്റിരുന്നു. പക്ഷേ എഴുന്നേറ്റ് ഇരുന്ന വശം എന്ത് സംഭവിച്ചു, മൂക്കിൻ്റെ ആ പാസേജ് ഒന്ന് തുറന്നു. ഇറ്റ് became wider and he was able to get some breath. and അങ്ങനെ ആ ബ്രെത്ത് എടുത്തപ്പോൾ ചെസ്റ്റിലെ ആ ഡിസ്കംഫർട്ട് ഒന്ന് കുറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു ക്യൂരിയോസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോൾ ആ ഒരു കംഫർട്ട് വന്നപ്പോൾ വാട്ട് ഹാപ്പൻ, ഹി ലേഡ് ബാക്ക് അഗെയിൻ. ഐ ലേ ബാക്ക് ഡൗൺ ആൻഡ് ട്രൈഡ് അഗെയിൻ, സെയിം റിസൾട്ട്. പക്ഷെ കിടക്കുമ്പോൾ വീണ്ടും ബ്ലോക്ക് ആവും മൂക്ക്, വീണ്ടും നെഞ്ചിലൊരു ഡിസ്കംഫർട്ട് തോന്നും. സോ എന്ത് ചെയ്തു, ഐ വാസ് ഓൺ ദ പോയിൻ്റ് ഓഫ് ഡിസപ്പിയറിങ് ഇൻ ടു ദ ലാൻഡ് ഓഫ് നോഡ് വെൻ സംതിങ് ടോൾഡ് മീ നോട്ട് ടു. സോ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി, ഞാൻ അഥവാ ഇവിടെ കിടന്നാൽ ഞാൻ ഉറക്കത്തിൻ്റെ നാട്ടിലോട്ട്, ലാൻഡ് ഓഫ് നോഡ് എന്ന് വെച്ചാൽ ഉറക്കത്തിൻ്റെ ആ ഒരു താഴ്വരയിലോട്ട് വീണ് പോയാൽ പിന്നെ എനിക്ക് ചിലപ്പം ഉണരാൻ പറ്റില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു. It must have been those emergency electrical impulses again, but this was not the same as on previous occasions. This time I wasn't gasping for breath. I was simply not allowed to go to sleep. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്രാവശ്യത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കഴിഞ്ഞ രാത്രികളിൽ ഉണ്ടായ പോലെയല്ല. അപ്പോഴെനിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി വല്ലാണ്ട് കൂടുതലായ കാരണം എനിക്കൊന്ന് കിടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ദ മൊമെൻറ്റ് ഐ സ്ലീപ്പ് ഐ ഫീൽ എ ഹെവിനെസ് ഇൻ മൈ ചെസ്റ്റ് ആൻഡ് ഐ ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് സിറ്റ്. സോ സംതിങ് മോർ was happening to my body than the usual thing. Sitting up once more immediately made me feel better. I could breathe freely and my chest felt fine. But as soon as I lay down, my sinuses filled and my chest was odd. I tried propping myself upright against the wall, but now I couldn't manage to relax enough to drop off. I couldn't put my finger on the reason, but I was afraid to go to sleep. A little voice inside me was saying that if I did, I might never wake up again. So I stayed awake all night. So കിടക്കാൻ പോകുമ്പോഴത്തേനും സൈനസ് മൊത്തം ഫുള്ളായിട്ട് ചെസ്റ്റിൽ കഞ്ചങ്ഷൻ വരുന്നുണ്ട്. കിടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നപ്പോൾ റൈറ്റ് തലേണയൊക്കെ ബാക്കിൽ വെച്ചിട്ട് ഭിത്തിയിൽ അല്ലെങ്കിൽ എവിടെയാണോ അതിൽ ആ ഒരു സ്ഥലത്ത് ചാരി ഇരുന്ന് ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. ഡ്രോപ്പ് ഓഫ് മീൻസ് ഉറങ്ങാൻ പറ്റിയില്ല. എന്താണ് ഇതിന് കാരണം, എന്തായിരിക്കും ഇതിൻ്റെ കാരണം എന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഐ കുഡൻറ്റ് പുട്ട് മൈ ഫിംഗർ ഓൺ ദ റീസൺ എന്ന് വെച്ചാൽ എന്താണ് ഇതിനൊക്കെ റീസൺ എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പേടിയായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നതെന്നൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. ഏതോ ഒരു വോയിസ് എന്നിൽ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയാൽ ചിലപ്പോൾ ഞാൻ എഴുന്നേക്കില്ല, ഞാൻ അങ്ങനെ അങ്ങ് മരിച്ചു പോകും എന്ന് ഒരു വോയിസ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ രാത്രി മുഴുവൻ ഉണർന്ന് ഇരുന്നു. Seaton took me to the Darchen Medical College the following morning.
The medical college at Darchen was new and looked like a monastery from the outside, with a very solid door that led into a large courtyard. We found the consulting room, which was dark and cold and occupied by a Tibetan doctor who wore none of the paraphernalia that I had been expecting. No white coat. He looked like any other Tibetan with a thick pullover and a woolly hat. When I explained my sleepless symptoms and my sudden aversion to lying down, he shot me a few questions while feeling the veins in my wrist. "It's a cold," he said finally through Seton. "A cold and the effects of altitude. I will give you something for it." I asked him if he thought I would recover enough to be able to do the Kora. "Oh yes," he said, "you'll be fine." So now, because the writer was experiencing a lot of difficulties in breathing and especially he was not able to lie down, കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നുകൊണ്ട് പിറ്റേ ദിവസം തന്നെ സീറ്റൻ അതറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഡാർച്ചൻ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവന്നു. ഡാർച്ചൻ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അത് പുറമേ നിന്ന് കണ്ടപ്പോൾ ഒരു ബുദ്ധിസ്റ്റ് മൊനാസ്ട്രിയെ പോലെ തോന്നിച്ചു. അതിൻ്റെ ഡോർ നല്ല സോളിഡ് ഡോറായിരുന്നു, നല്ല ഉറപ്പുള്ള ഡോറായിരുന്നു. അത് തുറന്നപ്പോൾ നേരെ ഒരു കോർട്ട്യാർഡാണ് കണ്ടത്. അവരൊരു കൺസൾട്ടിംഗ് റൂം കണ്ടെത്തി. അവിടെ ഡോക്ടറിൻ്റെ റൂം വളരെ ഡാർക്ക് ആൻഡ് കോൾഡായിരുന്നു. ഡോക്ടർമാരെ നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു വേഷത്തിലൊന്നും അല്ല അവിടെ ഡോക്ടർ ഇരുന്നിരുന്നത്. അദ്ദേഹം ഒരു തിബത്തനായിരുന്നു. ഒരു സാധാരണ തണുപ്പ് സ്ഥലത്ത് ഇടുന്ന വേഷം തന്നെയായിരുന്നു ആളും ഇട്ടിരുന്നത്. പുള്ളോവേഴ്സും മറ്റേ വൂളി ക്യാപ്പും ഹാറ്റും ഒക്കെ ഇട്ടിട്ട് ഒരു ഡോക്ടർ. അദ്ദേഹത്തിനോട് നിക്ക് മിഡിൽട്ടൺ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. എനിക്ക് കിടന്നാൽ ഉടനെ എനിക്കിങ്ങനെ നേസൽ കഞ്ചഷൻ വരുന്നു, ഹാർട്ടിൽ എന്തോ ഒരു പ്രഷർ വരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ മിഡിൽട്ടൻ്റെ നെർവ്സ് അല്ലെങ്കിൽ പൾസ് ചെക്ക് ചെയ്തുകൊണ്ട് പറയും ഇത് തണുപ്പിൻ്റെ ആണ്. കുറച്ച് വേറെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ട് അവസാനം ആൾ പറയും ഇത് തണുപ്പിൻ്റെ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ റൈറ്റർ ചോദിക്കും എനിക്ക് കോറ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും പിന്നെന്താ, ഒരു കുഴപ്പമില്ല, യു ക്യാൻ ഡു, യു വിൽ ബി ഫൈൻ. I walked out of the medical college clutching a brown envelope stuffed with 15 screws of paper. I had a 5-day course of Tibetan medicine which I started right away. I opened an after breakfast package and found it contained a brown powder that I had to take with hot water. It tasted just like cinnamon. The contents of the lunchtime and bedtime packages were less obviously identifiable. Both contained small spherical brown pellets. They looked suspiciously like sheep dung, but of course I took them. That night, after my first full day's course, I slept very soundly, like a log, not a dead man. So the writer is saying, writer പറയുന്നത് ആ ഹോസ്പിറ്റൽ വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആളുടെ കയ്യിൽ ഒരു 15 പേപ്പറെങ്കിലും ഇങ്ങനെ മടക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഉള്ളിലൊക്കെ മരുന്നുകളായിരുന്നു. ഓക്കെ, ആ മരുന്ന് 5 ദിവസത്തിനുള്ള മരുന്നായിരുന്നു. സ്ട്രെയിറ്റ് ഡോക്ടറിൻ്റെ അടുത്തു നിന്ന് വന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തിന് മുമ്പാണ് അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള മരുന്ന് തുറന്ന് നോക്കിയപ്പോൾ അതൊരു ബ്രൗൺ കളറിൻ്റെ പൗഡറായിരുന്നു. അത് ഹോട്ട് വാട്ടറിൻ്റെ കൂടിയാണ് എടുക്കേണ്ടിയിരുന്നത്. അത് അദ്ദേഹം കഴിച്ചു. അതിൻ്റെ ടേസ്റ്റ് നമ്മളുടെ സിനമൻ്റെ ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ലഞ്ച് ടൈമിലും ബെഡ് ടൈമിലും ഭക്ഷണം കഴിച്ചിട്ട് ആളുടെ മരുന്നിൻ്റെ പൊതികൾ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് സ്ഫെറിക്കൽ ഷേപ്പിൽ ബ്രൗൺ കളറിൻ്റെ ചെറിയ ചെറിയ ഗുളിക പോലെയായിരുന്നു. അത് കണ്ടപ്പോൾ റൈറ്ററിന് തോന്നി അത് ഷീപ്പ് ഡങ്ക് ആണെന്ന്. നമ്മുടെ ആട്ടിൻ കാട്ടത്തിൻ്റെ പോലെ ഇരിക്കുന്ന മരുന്നുകളെ പോലെ തോന്നി. എന്നാലും അദ്ദേഹത്തിന് അറപ്പൊന്നും തോന്നിയില്ല. അദ്ദേഹം അത് കഴിച്ചു. ആ ഒരു ദിവസത്തെ മൊത്തം മരുന്ന് കഴിച്ചപ്പോൾ തന്നെ അന്നത്തെ രാത്രിയിൽ അദ്ദേഹം മതിമറന്ന് കിടന്നുറങ്ങി. പേടിയില്ലാണ്ട്, മരിച്ചു പോകുമോ എന്നുള്ളൊരു പേടിയില്ലാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. Once he saw that I was going to live, Satan left me to return to Lhasa. As a Buddhist, he told me, he knew that it didn't really matter if I passed away, but he thought it would be bad for business. So he is saying, Satan പറയുവാണ്, the writer is saying that, writer പറയുന്നു എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, പിറ്റേ ദിവസം ആയപ്പോഴത്തേന് ഞാൻ ഉഷാറായെന്ന് കണ്ടപ്പോൾ സീറ്റൻ എന്നെ അവിടെ തനിച്ചാക്കിയിട്ട് തിരിച്ചു പോയി. ഇവിടെ വരെ കൊണ്ടുവരാൻ ഉള്ളൊരു ഒരു പ്രോമിസായിരുന്നു സീറ്റൻ്റേത്. ആസ് എ ടൂറിസ്റ്റ് ഗൈഡ് ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി ടു മേക്ക് ഹിം reach this particular place. From here he has to go and do the Kora. അത് കഴിഞ്ഞ് സീറ്റൻ തിരിച്ചു പോവും.
സീറ്റൻ ഒരു ബുദ്ധിസ്റ്റായിരുന്നു, ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കോറ പെർഫോം ചെയ്യാൻ വന്ന ഒരാൾ മരിച്ചു എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും, മരിച്ചു എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും സീറ്റൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ടൂറിസ്റ്റ് മരിച്ചു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ ബാധിക്കും എന്നാണ് സീറ്റൻ ഒരു അഭിപ്രായം പറയുന്നത്. അവസാനം Darchin didn't look so horrible after a good night's sleep. It was still dusty, partially derelict and punctuated by heaps of rubble and refuse, but the sun shone brilliantly in a clear blue sky, and the outlook across the plain to the south gave me a vision of the Himalayas, commanded by a huge snow-capped mountain, Gurla Mandata, with just a wisp of cloud suspended over its summit. Now, റൈറ്റർ അവിടുത്തെ സിനിക് ബ്യൂട്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ദിവസത്തെ നല്ല ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എല്ലാ ക്ഷീണവും മാറിയപ്പോൾ തലേ ദിവസം കണ്ട ഡാർച്ചിനെ ആയിരുന്നില്ല പിറ്റേ ദിവസം റൈറ്ററിന് ആ സ്ഥലം കാണപ്പെട്ടത്. രാവിലത്തെ ബ്യൂട്ടി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവിടെയും ഇവിടെയും ഒക്കെ കുറേ ഗാർബേജിൻ്റെ ഹീപ്സും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് മോശപ്പെട്ട സ്ഥലം ഉണ്ടായിരുന്നെങ്കിലും സൂര്യൻ നല്ല ബ്രൈറ്റായിരുന്നു, സ്കൈ നല്ല ക്ലിയർ ആയിരുന്നു. സൂര്യപ്രകാശം മൗണ്ടൻസിലോട്ട് വീഴുമ്പോൾ ആ മൗണ്ടൻ ടോപ്പ് വാസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. ആൻഡ് വെൻ ഹി ലുക്ക്ഡ് ടുവേർഡ്സ് ദ സദൺ സൈഡ്, സൗത്തിലോട്ട് നോക്കിയപ്പോൾ ഹി വാസ് ഏബിൾ ടു സീ ദ ഹിമാലയാസ്. Okay, and the top huge mountains top portion seemed as if it is touching the sky. Okay, so the beauty is being described over here, and the mountain that he sees is Gurla Mandata, and its top was as if it is going to touch the clouds. The town had a couple of rudimentary general stores selling Chinese cigarettes, soap and other basic provisions, as well as usual strings of prayers, flags. In front of one, men gathered in the afternoon for a game of pool, the battered table looking supremely incongruous in the open air, while nearby women washed their long hair in the icy water of a narrow brook that babbled down past my guest house. Darchin felt relaxed and unhurried, but for me it came with a significant drawback. There were no pilgrims. So now he is moving on to the town. ടൗണിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കടകളുണ്ടായിരുന്നു. അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കടയുടെ മുമ്പിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാർ കൂടി നിന്നിട്ട് ഗെയിം ഓഫ് പൂൾ കളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തുറന്നൊരു സ്ഥലത്ത് ഇത്ര നല്ല രീതിയിൽ ഗെയിം ഓഫ് പൂൾ കളിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ റൈറ്ററിന് അത് അത്ഭുതം തോന്നി. പിന്നീട് നോക്കിയപ്പോൾ കുറേ സ്ത്രീകൾ നമ്മളുടെ ബ്രുക്ക് മീൻസ് റിവർ, ഒരു വളരെ വീതി കുറവുള്ള ഒരു നദിയിൽ നിന്ന് തലമുടി കഴുകുന്നത് കണ്ടു. ആ നദി തന്നെയാണ് നമ്മുടെ റൈറ്റർ താമസിച്ചുകൊണ്ടിരുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ സൈഡിൽ കൂടെയും ഒഴുകിക്കൊണ്ടിരുന്നത്. ഡാർച്ചിൻ എന്ന് പറയുന്ന ആ സ്ഥലം വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ബഹളമൊന്നുമില്ലാണ്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് കാണപ്പെട്ടത്. പക്ഷേ അത് നമ്മുടെ റൈറ്ററിന് ഒരു ഡ്രോബാക്ക് ആയിരുന്നു. കാരണം അദ്ദേഹം വിചാരിച്ചിരുന്നത് നിറച്ച് പിൽഗ്രിംസ് ഉണ്ടെങ്കിൽ അവരുടെ ഒപ്പം പോയി കോറ പെർഫോം ചെയ്യാം എന്നായിരുന്നു. പക്ഷെ ആരുമില്ലാത്തത് അദ്ദേഹത്തിനൊരു ഡ്രോബാക്കായി. ആരുടെ കൂടെ ഇനിയും പോയി കോറ ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ. I had been told that at the height of the pilgrimage season, the town was bustling with visitors. Many brought their own accommodation, enlarging the settlement round its edges as they set up their tents, which spilled down onto the plain. I had timed my arrival for the beginning of the season, but it seemed I was too early. So, writer പറയുന്നത് എന്നോട് പറഞ്ഞിരുന്നത് പിൽഗ്രിമേജ് സീസണിൻ്റെ ഹൈറ്റിൽ ഏറ്റവും കൂടിയ സമയത്ത്, പിൽഗ്രിമേജ് സീസണിൻ്റെ ഏറ്റവും ഹൈക്ക് പീരീഡിൽ ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിയിൽ തിക്കും തിരക്കും ബഹളവും ഉണ്ടാവാറുണ്ട്. കാരണം ആൾക്കാർ അവരോട് അക്കോമഡേഷനൊക്കെ കൊണ്ടുവന്നിട്ട് ടെൻറ്റൊക്കെ സ്വയം
ഉണ്ടാക്കി അതിനകത്ത് ഇങ്ങനെ താമസിച്ച് പതുക്കെയാണ് ഈ കോറ ഒക്കെ പെർഫോം ചെയ്ത് തിരിച്ചു വരുന്നത്. അങ്ങനെ ആ ടെൻറ്റുകൾ ഇങ്ങനെ ആൾക്കാർ വന്ന് പിൽഗ്രിംസ് വരുന്നത് കൂടുമ്പോൾ ടെൻറ്റുകളുടെ എണ്ണം കൂടി കുന്നും പ്രദേശത്തിന് ഈവൻ പ്ലെയിൻ ഏരിയ വരെ ടെൻറ്റുകൾ ഇങ്ങനെ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ അധികം തിരക്ക് വരുന്നതിന് മുമ്പ് തന്നെ വന്ന് കോറ പെർഫോം ചെയ്യാം എന്നുദ്ദേശിച്ചാണ് ഞാൻ എൻ്റെ യാത്ര പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാൻ വന്നത് വളരെ നേരത്തെ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് റൈറ്റർ പറയുന്നു. One afternoon, I sat pondering my options over a glass of tea in Darchin's only cafe. After a little consideration, I concluded they were severely limited. Clearly, I hadn't made much progress with my self-help program on positive thinking. So, ഇവിടെ അദ്ദേഹം പറയുന്നത്, ഒരു ദിവസം തന്നെ ഇരുന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പോണ്ടറിങ് മീൻസ് തിങ്കിങ്, ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇനി അടുത്ത ഓപ്ഷൻ, എന്തൊക്കെ ഓപ്ഷനാണ് എനിക്കിനി അവൈലബിൾ. ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ കോറ പെർഫോം ചെയ്യും. കുറേ കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലാവുന്നത്, എനിക്കിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. Only one thing that I can do is I can wait. I concluded they were severely limited. എനിക്ക് വളരെ ഓപ്ഷൻസ് ഒന്നും ഇങ്ങനെ അവൈലബിൾ ഇല്ല. ഇതില്ലെങ്കിൽ ഇത് ചെയ്യാം, അതല്ലെങ്കിൽ അത് ചെയ്യാം, അങ്ങനെ എനിക്ക് അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. മൈ ഓപ്ഷൻസ് ആർ ലിമിറ്റഡ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നോർമലി എനിക്ക് എപ്പോഴും പോസിറ്റീവ് തിങ്കിങ്ങേ വരാറുള്ളൂ, പക്ഷേ ഇപ്പോൾ എന്തോ എൻ്റെ പോസിറ്റീവ് തിങ്കിങ് വർക്കൗട്ട് ചെയ്യുന്നില്ല. In my defense, it hadn't been easy with all my sleeping difficulties, but however I looked at it, I could only wait. The pilgrimage trail was well trodden, but I didn't fancy doing it alone. So, എന്താണ് അദ്ദേഹം പറയുന്നത്, ഇത്രയും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഞാൻ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കോറ ചെയ്തിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളൊരു തീരുമാനത്തിലെത്തും. പിന്നെ അദ്ദേഹം പറയുന്നത്, ദ പിൽഗ്രിമേജ് ട്രെയിൽ, അതായത് നമ്മളുടെ തീർത്ഥാടകർ നടന്നു പോകുന്ന ആ പാത, ഇങ്ങനെ വഴി കറക്റ്റായിട്ട് കാണാമായിരുന്നു. കാരണം സ്ഥിരം ഇങ്ങനെ വരുന്നതുകൊണ്ട് ആൾക്കാർ ആ ഒരു വഴി ഇപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വഴിയെ തന്നെ നടന്നു പോവാൻ എനിക്കൊരു സുഖം തോന്നുന്നുണ്ടായിരുന്നില്ല. ഐ ഡിഡ്ന്റ് ഫാൻസി ഡൂയിങ് ഇറ്റ് അലോൺ. തന്നെ പോയി കോറ പെർഫോം ചെയ്യണം എന്നുള്ളൊരു വിചാരം എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. The Kora was seasonal because parts of the route were liable to blockage by snow. I had no idea whether or not the snow had cleared, but I wasn't encouraged by the chunks of dirty ice that still clung to the banks of Darchin's brook. Since Seaton had left, I hadn't come across anyone in Darchin with enough English to answer even this most basic question. So, writer പറയുന്നത്, കോറ സീസണലാണ്, അതായത് ആൾക്കാർക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ, അതായത് ചില സീസൺസിൽ സ്നോഫോൾ കുറവായിരിക്കും. ആ സമയത്ത് കൂടുതൽ തീർത്ഥാടകർ വന്നിട്ട് ആ സമയത്ത് ആ കോറ പെർഫോം ചെയ്തിട്ട് പോകും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആൾക്കാർ എത്തണമെങ്കിൽ സ്നോഫോൾ കുറയണം. ആ സ്നോഫോൾ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് അറിയാൻ ഒരു മാർഗവും റൈറ്ററിന് ഉണ്ടായിരുന്നില്ല. I had no idea whether or not the snow had cleared, but I wasn't encouraged by the chunk of dirty ice that still clung to the bank of Darchin's brook. ഡാർച്ചിനിലെ ആ ഒരു റിവറിൻ്റെ രണ്ട് സൈഡിലും ഇപ്പോഴും അഴുക്ക് പിടിച്ച് ഐസ് കട്ടകൾ നിൽക്കുന്ന കാണുമ്പോൾ എനിക്കതത്ര സുഖകരമായിട്ട് തോന്നിയില്ല. സിൻസ് സീറ്റൻ ഹാഡ് ലെഫ്റ്റ്, സീറ്റൻ അവിടെ നിന്ന് പോയ പിന്നെ എൻ്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ, അതായത് സ്നോഫോൾ കഴിഞ്ഞോ ഇല്ലയോ, അല്ലെങ്കിൽ എപ്പോഴാണ് സ്നോഫോൾ കഴിയുക, അല്ലെങ്കിൽ കോറയെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചോദിച്ചാൽ മറുപടി കിട്ടാൻ അല്ലെങ്കിൽ മറുപടി തരാനും മാത്രം ഇംഗ്ലീഷ് അറിയാവുന്ന വേറെ ഒരു വ്യക്തിയും ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. Until that is, I met Norbu. The cafe was small, dark and cavernous, with a long metal stove that ran down the middle. The walls and the ceiling were wreathed in sheets of multicolored plastic of the striped variety, broad blue, red and white, that is made into stout, voluminous shopping bags sold all over China. ഇവിടെ പറയുന്നത് തനിച്ചായിരുന്നു അദ്ദേഹം, പക്ഷേ till
ഐ മെറ്റ് നോർബുവിനെ കാണുന്നിടം വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. നോർബുവിനെ എവിടെയാണ് കണ്ടത്? ഒരു കഫേയിൽ. ആ കഫേ എങ്ങനെയായിരുന്നു? ദാറ്റ് വാസ് സ്മോൾ, ദാറ്റ് വാസ് ഡാർക്ക് ആൻഡ് ദാറ്റ് വാസ് കേവർനെസ് എന്ന് വെച്ചാൽ ഒരു ഗുഹയിലോട്ട് കടക്കുന്ന പോലെയായിരുന്നു. കേവിൻ്റെ ഫീലിംഗ് തരുന്ന പോലെ, കുറച്ച് ഡാർക്ക്, കുറച്ച് ചെറുത്, കുറച്ച് നീളനെ, ഒരു കേവിനെ പോലെയായിരുന്നു. ആ ഒരു കഫേയുടെ നടക്ക് തന്നെ ഒരു മെറ്റലിൻ്റെ സ്റ്റവ് ഉണ്ടായിരുന്നു. ആ സ്റ്റവ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ചായ, കാപ്പി ആൻഡ് ഓൾ ദി അതർ തിങ്സ് വെയർ ബീങ് ഡൺ. ഇതിൻ്റെ സീലിംഗ്, വാൾ എന്ന് വെച്ചാൽ ചുമരും അതിൻ്റെ റൂഫും ഒക്കെ എങ്ങനെയായിരുന്നു? നമ്മളുടെ മൾട്ടി കളേർഡ് പ്ലാസ്റ്റിക് ഷീറ്റ്സ് മെടഞ്ഞിട്ട്, അതായത് നമ്മൾ ഓല മെടയുന്ന പോലെ മൾട്ടി കളേർഡ് പ്ലാസ്റ്റിക് ഷീറ്റ്സ്, കളറും പറഞ്ഞിട്ടുണ്ട്, ബ്ലൂ, റെഡ് ആൻഡ് വൈറ്റ്, ഈ 3 കളറുള്ള മൾട്ടി കളർ പ്ലാസ്റ്റിക് ഇങ്ങനെ മെടഞ്ഞുണ്ടാക്കിയിരിക്കുന്ന റൂഫായിരുന്നു, വാളുമായിരുന്നു ഈ ഒരു കഫേക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ഇതേ കളറിൻ്റെ പ്ലാസ്റ്റിക് ബാഗ്സ് ചൈനയിൽ കുറേ അധികം വിൽക്കപ്പെടുമായിരുന്നു. ആൻഡ് ഇൻ മെനി അതർ കൺട്രീസ് ഓഫ് ഏഷ്യ ആസ് വെൽ ആസ് യൂറോപ്പ്. ചൈനയിൽ മാത്രമല്ല, ഏഷ്യയിലെ പല രാജ്യങ്ങളിലും യൂറോപ്പിലും അങ്ങനത്തെ ബാഗുകൾ വിൽക്കപ്പെടായിരുന്നു. ആസ് സച്ച്, പ്ലാസ്റ്റിക് മസ്റ്റ് റേറ്റ് ആസ് വൺ ഓഫ് ചൈനാസ് മോസ്റ്റ് സക്സസ്ഫുൾ എക്സ്പോർട്ട്സ് അലോങ് ദ സിൽക്ക് റോഡ് ടുഡേ. ഇന്നത്തെ കാലത്ത് ചൈനയിൽ നിന്നും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടായിട്ട് വരുന്ന സാധനങ്ങളാണ് പ്ലാസ്റ്റിക് മെയ്ഡ് തിങ്സ്. അതാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. ദ കഫേ ഹാഡ് സിംഗിൾ വിൻഡോ beside which I had taken a position so that I could see the pages of my notebook. I had also brought a novel with me to help pass the time. So കഫേ ഞാൻ പറഞ്ഞു ഡാർക്കായിരുന്നു, എന്നാലും ആ കഫേയിൽ ഉള്ള ഒരു വിൻഡോൻ്റെ അടുത്ത് പോയിട്ട് ഒരു സീറ്റിലിരുന്ന് നമ്മളുടെ റൈറ്റർ ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു നോവലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സമയം പോകാൻ വേണ്ടിയിട്ട്, ടൈം പാസിന് വേണ്ടി വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വെട്ടം കിട്ടട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ കഫേയിലെ ഒരു വിൻഡോയുടെ സൈഡിൽ പോയി ഇരുന്നു. Norbu saw my book when he came in and asked with a gesture if he could sit opposite me at my rickety table. "You English?" he inquired after he had ordered tea. I told him I was and we struck up a conversation. So Norbu ആ ഒരു കഫേയിലോട്ട് കയറി വന്നപ്പോൾ റൈറ്റർ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അവിടെ വന്നിട്ട് അദ്ദേഹത്തോട് ആക്ഷനിലൂടെ ചോദിച്ചു, ഞാൻ ഈ ഓപ്പോസിറ്റിൽ ഇരുന്നോട്ടെ, റിക്കറ്റി ടേബിൾ ഇളകിക്കൊണ്ടിരുന്ന ആ ഒരു ടേബിളിൻ്റെ ഓപ്പോസിറ്റിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം ടീ ഓർഡർ ചെയ്തിട്ട് റൈറ്ററിനോട് ചോദിച്ചു, താങ്കൾ ഇംഗ്ലീഷ്മാൻ ആണോ? അതെ എന്ന് പറഞ്ഞ് ഉത്തരം കൊടുത്തപ്പോൾ പിന്നെ അവർ തമ്മിലൊരു സംഭാഷണം തുടങ്ങി. I didn't think he was from those parts because he was wearing a windsheeter and metal-rimmed spectacles of a western style. അദ്ദേഹം ടിബറ്റിലെ ആളാണെന്ന് എനിക്ക് തോന്നിയില്ല, കാരണം അദ്ദേഹം വെസ്റ്റേൺ സ്റ്റൈലിലാണ് അവിടെ ഡ്രസ്സ് ചെയ്തിരുന്നത്. He was Tibetan, he told me, but working in Beijing at the Chinese Academy of Social Sciences in the Institute of Ethnic Literature. So അദ്ദേഹം ടിബറ്റിലെ ആൾ തന്നെയാണ്, ടിബറ്റൻ സിറ്റിസൺ ആണ്, പക്ഷേ ചൈനയിലെ ബെയ്ജിങ്ങിലാണ് അക്കാഡമി ഓഫ് സോഷ്യൽ സയൻസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എത്നിക് ലിറ്ററേച്ചറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഡിഫറെൻറ്റ് ലുക്കിൽ അല്ലെങ്കിൽ ഡ്രസ് സ്റ്റൈലിൽ അദ്ദേഹം അവിടെ നിന്നിരുന്നത്. ഐ അസ്യൂംഡ് ഹീ വാസ് ഓൺ സം സോർട്ട് ഓഫ് ഫീൽഡ് വർക്ക്. അപ്പോൾ ഇത് കേട്ടപ്പോൾ, ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ റൈറ്ററിന് മനസ്സിലായി അദ്ദേഹം ഇവിടെ എന്തോ ഒരു ഫീൽഡ് വർക്ക്, അതായത് അദ്ദേഹം ചെയ്യുന്ന ആ എത്നിക് ലിറ്ററേച്ചറിനെ ബേസ് ചെയ്ത് എന്തോ ഒരു ഫീൽഡ് വർക്കിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. യെസ് ആൻഡ് നോ he said, I have come to do the kora. അപ്പം നമ്മുടെ റൈറ്റർ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇങ്ങനെ ഫീൽഡ് വർക്കിനാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേന്നും പറയാം അല്ലാന്നും പറയാം, ഞാനിവിടെ വന്നിരിക്കുന്നത് കോറ പെർഫോം ചെയ്യാനാണ്. മൈ ഹാർട്ട് ജംപ്. ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് നമ്മുടെ റൈറ്ററിൻ്റെ ഹാർട്ട് ഒന്ന് ജംപ് ചെയ്തു. ഹി ബിക്കെയിം ഹാപ്പി. Norbu had been writing academic papers about the Kailash Kora and its importance in various works of Buddhist literature for many years, he told me, but he had never actually done it himself. So, നോർബു പറയുന്നത്, ഞാൻ കാലങ്ങളായിട്ട് തീസീസ് അല്ലെങ്കിൽ അക്കാഡമിക് പേപ്പേഴ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ കൈലാഷ് കോറയെ പറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി, ബുദ്ധിസ്റ്റ് എന്തുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതിനെപ്പറ്റി ഞാൻ കുറേ
അക്കാഡമിക് പേപ്പേഴ്സ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും തന്നെ ഞാനത് സ്വയം വന്നിവിടെ പെർഫോം ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് വന്നിരിക്കുന്നത്. വെൻ ദ ടൈം കെയിം ഫോർ മീ ടു ടെൽ ഹിം വാട്ട് ബ്രോട്ട് മീ ടു Dachin, his eyes lit up. We could be a team, he said excitedly. Two academics who have escaped from the library. Perhaps my positive thinking strategy was working after all. So എന്തിനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് എന്നുള്ള റീസൺ ഞാൻ നോർബുവിനോട് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു ടീമാകാം, നമുക്ക് ഒരുമിച്ച് കൂറ പെർഫോം ചെയ്യാം. അങ്ങനെ ഒരു ഗുഡ് വൈബ് കിട്ടിയപ്പോൾ ദ റൈറ്റർ ഫീൽസ് ദാറ്റ് ഹിസ് പോസിറ്റീവ് വൈബ് ഇസ് വർക്കിംഗ്, ഹിസ് പോസിറ്റീവ് തിങ്കിങ് ഈസ് വർക്കിംഗ്, ആൻഡ് he thinks that രണ്ട് academics, two people who are interested in academics have taken a break from the library. ഏത് നേരം ലൈബ്രറി പോയി റെഫർ ചെയ്യുന്നതിന് പകരം ഫീൽഡിൽ വന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള താല്പര്യം കാണിക്കുന്ന രണ്ട് അക്കാഡമിക്സ് കൂടുമ്പോൾ അതൊരു നല്ല അഡ്വഞ്ചർ ആകും എന്നുള്ളൊരു ഫീലിംഗ് റൈറ്ററിന് വരുന്നു. My initial relief at meeting Norbu, who was also staying in the guest house, was tempered by the realization that he was almost as ill-equipped as I was for the pilgrimage. അപ്പം ആദ്യം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി, എനിക്കൊരു കൂട്ട് കിട്ടിയല്ലോ, കൂറ പെർഫോം ചെയ്യാനൊരു കൂട്ട് കിട്ടിയല്ലോ എന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി. പക്ഷെ ആ സന്തോഷം അധികം താമസിക്കാതെ തന്നെ നോർമലായിട്ട് മാറി. കാരണം നമ്മൾ റൈറ്ററിനെ പോലെ തന്നെ നോർബുവും വളരെ കുറച്ച് സാധനങ്ങളായിട്ട് മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കോറയ്ക്ക് വേണ്ടി ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് സ്ഥിരമായി ചെയ്യുന്ന ആൾക്കാർക്കേ അറിയുള്ളൂ, എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ അതൊന്നും അറിയാണ്ട് സിമിലറായിട്ട്, അതായത് നമ്മളുടെ റൈറ്ററിനെ പോലെ തന്നെ ഒരു സാധാരണ രീതിയിലായിരുന്നു നോർബുവും അവിടെ എത്തിയിരുന്നത്. He kept telling me how fat he was and how hard it was going to be. Very high up, he kept reminding me, so tiresome to walk. He wasn't really a practicing Buddhist, it transpired, but he had enthusiasm and he was of course Tibetan. So എപ്പോഴും നോർബു പറഞ്ഞുകൊണ്ടേയിരുന്നു, എനിക്ക് വണ്ണമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര തടിയാണ്, ഇത് കയറാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ, കാരണം കുറേ അധികം കയറണം, പിന്നെ നടന്ന് വയ്യാണ്ടാവും. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ റൈറ്ററിന് മനസ്സിലാവും ഇദ്ദേഹം ബുദ്ധിസം ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. കാരണം ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ പറയില്ല. സോ ബുദ്ധിസം പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇറ്റ് ട്രാൻസ്പയർഡ് മീൻസ് ഹി അണ്ടർസ്റ്റുഡ് ബൈ ദ ടോക്ക്. From the talk of Mr. Norbu, he understood that he is not a Buddhist. പക്ഷേ അദ്ദേഹം enthusiastic ആയിരുന്നു and he belonged to Tibet. Although I had originally envisaged making the trek in the company of devout believers, on reflection I decided that perhaps Norbu would turn out to be the ideal companion. സോ ഇവിടെ റൈറ്റർ പറയുന്നത്, ഞാൻ എപ്പോഴും മനസ്സിൽ കരുതിയിരുന്നത്, ഞാൻ ഈ കോറ ചെയ്യാനുള്ള ട്രെക്കിങ്ങിന് പോകുമ്പോൾ ഡിവോട്ട് ബിലീവേഴ്സ്, അതായത് കോറ ഡീപ്ലി കോറയിൽ ബിലീവ് ചെയ്യുന്ന കുറേ ബിലീവേഴ്സിൻ്റെ കൂടെ പോയിട്ട് വേണം എനിക്കിത് ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നോർബോയുടെ കൂടെ പോകുമ്പോഴാണ് ഈ ഒരു ട്രെക്കിംഗ് അല്ലെങ്കിൽ ഈ ഒരു കോറ പ്രൊസീജിയർ കൂടുതലായിട്ട് അറിയാൻ സാധിക്കാൻ പോകുന്നത്. കാരണം രണ്ട് പേരും ഇതിനെപ്പറ്റി കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മാത്രമേ അവർക്ക് അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടുകയുള്ളൂ. He suggested we hire some yaks to carry our luggage, which I interpreted as a good sign. അപ്പം നോർബു പറഞ്ഞു, നമുക്ക് യാക്ക് ആനിമലാണ്, നമ്മുടെ മൗണ്ടൻ ഏരിയയിൽ ലോഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആനിമലാണ്. ആ ആനിമലിനെ നമുക്ക് ഹയർ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ മുകളിൽ ലഗേജ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം, കോറ പെർഫോം ചെയ്യാനുള്ളത്. അത് നല്ലൊരു ഐഡിയ ആണെന്ന് നമ്മുടെ റൈറ്റർ സമ്മതിക്കുന്നു. I interpreted as a good sign, and he had no intention of prostrating himself all round the mountain. ഈ prostrating himself എന്ന് പറയുമ്പോൾ prostrating എന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദുസൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ശയന പ്രദക്ഷിണം വയ്ക്കും. അതായത് നമ്മളിങ്ങനെ ഉരുണ്ടിട്ട് നമ്മൾ ശയന പ്രദക്ഷിണം വയ്ക്കും. ഇവിടെ ഈ കോറ പെർഫോം ചെയ്യാൻ പോകുന്ന പിൽഗ്രിംസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ കുറച്ച് നടക്കും, പിന്നെ വീണ്ടും അവരങ്ങ് സാഷ്ടാംഗം വീഴും.
വഴിയിലങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കും. വീണ്ടും എഴുന്നേറ്റ് കുറച്ച് ദൂരം പോകും, വീണ്ടും സാഷ്ടാംഗം വീഴും. ചിലവർ ഈ സാഷ്ടാംഗം വീണ് 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 തന്നെ നമ്മൾ ഈ ഉരുളുന്നതിന് പകരം ഇവരിങ്ങനെ സാഷ്ടാംഗം വീഴും, എഴുന്നേക്കും, വീണ്ടും വീഴും, എഴുന്നേക്കും. അത് ഓരോരുത്തരുടെ എന്താ പറയുക, ഓരോരുത്തരുടെ ഒരു നേർച്ച പോലെ അവരെങ്ങനെയാണോ അത് നേർന്നേക്കുന്നത് അതേപോലെ അവർ ചെയ്യും. അപ്പം ഇവിടെ നോർബു പറയുന്നുണ്ട്, എനിക്കതൊന്നും പറ്റില്ല കേട്ടോ, ഐ വോണ്ട് ബി ഏബിൾ ടു ഡു ദ പ്രൊസീജിയർ ദാറ്റ് ഈസ് followed by few people here. No intention of prostrating himself all round the mountain. മൗണ്ടനിൽ മൊത്തം കിടന്ന് ഉരുണ്ട് പോകാനൊന്നും എനിക്ക് പറ്റില്ല. Not possible, he cried, collapsing across the table in hysterical laughter. അതെന്നെക്കൊണ്ട് പറ്റേയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങേര് നോർബു വളരെ അധികം ചിരിക്കാൻ തുടങ്ങി. ഇറ്റ് വാസൻറ്റ് ഹിസ് സ്റ്റൈൽ ആൻഡ് എനിവേ ഹിസ് ടമി വാസ് ടു ബിഗ്. അദ്ദേഹം പറയുന്നത് അതൊന്നും എൻ്റെ സ്റ്റൈലല്ല, ദാറ്റ് ഇസ് നോട്ട് ദ സ്റ്റൈൽ ദാറ്റ് ഐ ഫോളോ. അങ്ങനെ അഥവാ സ്റ്റൈൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം വലിയൊരു കുടവയറാണ് നമ്മളുടെ മിസ്റ്റർ നോർബുവിന് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ഇവിടെ വെച്ചിട്ട് ഈ ഒരു എക്സ്ട്രാക്റ്റ് നിർത്തിയേക്കാണ് നമ്മുടെ റൈറ്റർ. അങ്ങനെയാണ് കോറ പെർഫോം ചെയ്യാനുള്ളൊരു കൂട്ട് കിട്ടി അവർ കോറ പെർഫോം ചെയ്യാൻ പോകുന്നത്. Okay, I hope the lesson is clear to you. See you with another lesson in the next video. Please don't forget to share my channel because ഇത് മലയാളം എക്സ്പ്ലനേഷൻ കേട്ടാൽ കുറച്ചും കൂടി ലെസൺ മനസ്സിലാക്കാൻ എളുപ്പമാകും എന്ന് കരുതിയിരിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും, മലയാളി കുട്ടികളുണ്ടാവും. അവർക്ക് ഇത് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം. എന്നാലേ എനിക്ക്, പിന്നെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ ഹെൽപ്ഫുള്ളായിരിക്കും. സോ see you in the next video. Bye bye.